കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ തിരിച്ചടിയാവുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയ്യിൽ നിന്നും വഴുതിപ്പോയ ആധിപത്യം ഉറപ്പിക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നിരവധി വാഗ്ദാനങ്ങളാണ് ഓരോ സംസ്ഥാനത്തും നടപ്പാക്കിയിരുന്നത്. കൂടുതലും സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രാധാന്യം നൽകുന്നവ ആയിരുന്നു. എന്നാൽ ആ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ തിരിച്ചടിയാകുന്നത്. കർണാടകയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ശക്തി സ്കീം. എല്ലാ non-AC സർക്കാർ ബസ്സുകളിലും സംസ്ഥാനത്തുടനീളം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ചെയ്യാൻ കഴിയുമെന്നതാണ് പദ്ധതി. പൊതുഗതാഗതത്തെയും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു സർക്കാരിന് അന്ന്. എന്നാൽ ഈ നീക്കമാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. കർണാടകയിൽ ബസ് ചാർജ് കൂട്ടണമെന്ന RTCയുടെ ആവശ്യപ്രകാരം കർണാടകയിലെ RTC ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കം. കർണാടക RTC ബസ് ചാർജ് 20% വരെ വർദ്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. കർണാടകയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന ശക്തി പദ്ധതിയിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ 295 കോടിയുടെ ഗണ്യമായ നഷ്ടമാണ് KSRTC റിപ്പോർട്ട് ചെയ്തത്. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിനിടയിൽ ഡിപ്പാർട്ട്മെന്റിനെ നിലനിർത്താൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചേ തീരുവെന്ന് KSRTC ചെയർമാൻ SR ശ്രീനിവാസ് പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച ചേർന്ന ബോർഡ് യോഗം ബസ് ചാർജുകൾ വർദ്ധിപ്പിക്കാനും ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനിച്ചിരുന്നതായി ശ്രീനിവാസ് കൂട്ടിച്ചേർത്തതുമാണ്. 2020 മുതൽ ശമ്പളം പരിഷ്കരിക്കാത്ത ജീവനക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ബസ് സർവീസുകൾ അത്യാവശ്യമാണ്. ഒരു ബസ് ഡ്രൈവർ വന്നില്ല എങ്കിൽ ഒരു ഗ്രാമത്തിന് അന്നത്തെ ബസ് സർവീസ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ശക്തി പദ്ധതി മൂലം കഴിഞ്ഞ 3 മാസത്തിനിടെ ഞങ്ങൾക്ക് 295 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചില്ല എങ്കിൽ KSRTC രക്ഷപ്പെടില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കർണാടകയിലെ കോൺഗ്രസിന്റെ 5 ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു ശക്തി പദ്ധതി. ശക്തി സ്കീമിന് കീഴിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ അനുമതി ഉള്ളതിനാൽ ഈ വർധന പുരുഷ യാത്രക്കാർക്ക് ഭാരമാകുമോ എന്ന ചോദ്യത്തിന് പുരുഷന്മാർക്ക് മാത്രം ഭാരം ചുമത്തുന്ന പ്രശ്നമില്ല എന്നും ശ്രീനിവാസ് പറഞ്ഞതാണ്. ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും KSRTC ചെയർപേഴ്സൺ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതേസമയം ഈ പദ്ധതി കാരണമാണ് നഷ്ടമുണ്ടായതെന്ന് നോർത്ത് വെസ്റ്റേൺ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയർമാൻ രാജു കക്കയും അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ ബസ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നും ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലാണെന്നും പക്ഷേ ഞങ്ങൾ ഇപ്പോഴും അത് കൈകാര്യം ചെയ്യുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. 40 പുതിയ വോൾവോ ബസ്സുകൾ വാങ്ങാനുള്ള നിർദ്ദേശവും ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സർക്കാരിന് സമർപ്പിച്ചതുമാണ്. ഇതുവരെ 600 സാധാരണ ബസ്സുകൾ വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇന്ധനത്തിന്റെയും സ്പെയർ പാർട്സിന്റെയും വില ഗണ്യമായി വർദ്ധിച്ചു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അടുത്തിടെ കർണാടകയിൽ ഇന്ധന വിലയും പാൽ വിലയും വർദ്ധിച്ചിരുന്നു. ഇത് പ്രതിപക്ഷ കക്ഷികളുടെയും BJPയുടെയും JDSന്റെയും വിമർശനത്തിന് ഇടയാക്കിയതുമാണ്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭയുടെ മൺസൂൺ സമ്മേളനത്തിന് തൊട്ടു മുൻപാണ് നിരക്ക് വർധനയെക്കുറിച്ചുള്ള 2 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ അധ്യക്ഷന്മാരുടെ പ്രസ്താവനകൾ പുറത്തു വന്നിരിക്കുന്നത്. പദ്ധതി സംസ്ഥാനത്തെ 50% ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നായിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ തൊഴിൽ സേനയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറഞ്ഞു വരികയാണെന്നും സൗജന്യ യാത്രാ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതൽ സ്ത്രീകളെ തൊഴിൽ സേനയിലേക്ക് ചേരാൻ പ്രാപ്തരാക്കുമെന്നും സ്കീം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. സംസ്ഥാനത്തെ 41.81 ലക്ഷം സ്ത്രീകൾക്ക് പദ്ധതി ഗുണകരമാകുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. സൗജന്യ യാത്രയുടെ ചെലവ് RTCകൾക്ക് എങ്ങനെയാണ് തിരികെ ലഭിക്കുന്നത് എന്ന ചോദ്യത്തിന് സീറോ ടിക്കറ്റ് അല്ല എങ്കിൽ ശക്തി സ്മാർട്ട് കാർഡുകളിൽ നിന്നുള്ള ഡാറ്റ അടിസ്ഥാനമാക്കി കോർപ്പറേഷനുകൾക്ക് സൗജന്യ യാത്രയുടെ ചെലവ് തിരികെ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നായിരുന്നു അന്നത്തെ മറുപടി. ശക്തി സ്കീം പ്രാബല്യത്തിൽ വന്നതോടെ കർണാടക RTCക്ക് 25% പ്രീമിയം യാത്രക്കാരെ നഷ്ടപ്പെട്ടിരുന്നു. മൈസൂരു ബംഗളൂരു സ്ട്രെച്ച് റോഡിൽ ഓരോ 15 മിനിറ്റിനിടയിലും KSRTC പ്രീമിയം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. 2 നഗരങ്ങൾക്കിടയിലുമായി അതിവേഗ ബസ്സുകളുടെ സർവീസുകളും ഉണ്ടായിരുന്നു. ഇത്തരം ആഡംബര സർവീസുകൾക്കാണ് അന്ന് യാത്രക്കാരെ നഷ്ടപ്പെട്ടിരുന്നത്. ഇവിടെ നിന്നാണ് 25%ഓളം യാത്രക്കാർ ഓർഡിനറി സർവീസുകളിലേക്ക് മാറിയത്. എന്നാൽ ഈ യാത്രക്കാരെല്ലാം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ തിരികെ ആഡംബര ബസ്സുകളിലേക്ക് തിരിച്ചെത്തുമെന്നായിരുന്നു മുതിർന്ന KSRTC ഉദ്യോഗസ്ഥന്റെ വാദം. എന്നാൽ പ്രതീക്ഷകളെല്ലാം തിരിച്ചടിയാവുകയായിരുന്നു. സർക്കാർ പെട്ടെന്ന് ഫീ വർദ്ധിപ്പിച്ചാൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് തന്നെ വലിയ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. കർണാടകയിൽ മാത്രമായിരുന്നില്ല കോൺഗ്രസിന്റെ സൗജന്യ ബസ് പദ്ധതി. അത് തെലങ്കാനയിലും ഡൽഹിയിലും പരീക്ഷിച്ചതാണ്. എന്നാൽ കർണാടകയിൽ ഇത്ര വലിയ തിരിച്ചടി ഈ ഒരു പദ്ധതിക്ക് നേരിടേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നതുമില്ല. മാത്രമല്ല കേരളത്തിൽ സൗജന്യ ബസ് യാത്ര ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരക്കെയുള്ള വിമർശനങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കർണാടക സർക്കാർ ഇത്തരമൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്ത സാഹചര്യത്തിലാണെങ്കിലും കേരളത്തിലെ KSRTC സർവീസ്
ബസ്സുകൾ അത്രകണ്ട് തന്നെ മോശമാണെന്നും അടിക്കടി ഇവിടെ ബസ് നിരക്കുകൾ കൂടുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ അന്നത്തെ വിമർശനം. എന്നാൽ ഇന്നിപ്പോൾ കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടെ ചെയ്തിരിക്കുന്ന എല്ലാ പദ്ധതികളും തകിടം മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പദ്ധതിക്കെല്ലാം തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കായി സൗജന്യ യാത്രാ പദ്ധതി അവതരിപ്പിച്ചിട്ട് ഉടനെ തന്നെ യാത്രാ കൂലി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും. സർക്കാരിന് എന്ന് മാത്രമല്ല, അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനും കോൺഗ്രസിന്റെ നയങ്ങൾക്കും തിരിച്ചടിയാകും. അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് BJPയെ നയിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷയുള്ള ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ വലിയ ആഘാതമുണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്.